ഷഹബാസ് മനുഷ്യ മനസ്സുകളിൽ ഒരു തീരാ നൊമ്പരമായി നിൽക്കുന്ന കൊച്ചുമിടുക്കൻ. നാടിനും വീടിനും അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ. ഇന്നലത്തെ SSLC പരീക്ഷ എഴുതേണ്ട കുട്ടി ഇന്ന് കിടക്കുന്നത് 6 അടി മണ്ണിനടിയിലാണ്. അവനെ പ്ലാൻ ചെയ്ത് കൊന്നവർ കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതി വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. അവിടെ നിന്നും ജയിലിലേക്ക് സുഖവാസം. പിന്നെ തിന്നു പെരുത്ത് വീണ്ടും പുറത്തേക്ക്. മറ്റുള്ളവർക്ക് ജയിൽ, പോലീസ് എന്നൊക്കെ പറയുന്നത് ഒരു പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മുടെ നാട്ടിലിപ്പോ ആരെയും കൊല്ലാൻ, പീഡിപ്പിക്കാം. പണവും പിടിപാടുമുണ്ടെങ്കിൽ പുഷ്പം പോലെ ഇറങ്ങി വരാം. നിയമപാലകരുടെ സപ്പോർട്ടോടുകൂടി. രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അത് കൈ വെട്ടണം, കാല് വെട്ടണം, അതൊക്കെ ഇവിടെ. ഇത് ശരിയല്ല ചെയ്യുന്നത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എനിക്ക് താമരശ്ശേരി മാമിയാണ്. ഞാൻ പോയിട്ട് താമരശ്ശേരി ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദ കാണിച്ചിട്ടില്ലേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. റൈസ് യുവർ വോയിസ്. നിറത്തിന്റെയും പണത്തിന്റെയും പേരിൽ കുട്ടികളെപ്പോലും തരംതിരിച്ച് കാണുന്ന ആളുകൾക്കിടയിലും ഇങ്ങനെയും അധ്യാപികമാരുണ്ട്. കുട്ടികളെ മക്കളായി കാണുന്ന വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ്. അക്ഷരം തെറ്റാതെ വിളിക്കാൻ നമുക്ക് അധ്യാപിക എന്ന്. ജനങ്ങൾ ശബ്ദം ഉയർത്തി തുടങ്ങണം. നമുക്ക് മുന്നിൽ കുട്ടികൾ പേനയും ബുക്സും എടുക്കുന്നതിന് പകരം തോക്കും കത്തിയും എടുത്ത് തുടങ്ങിയിരിക്കുന്നു. അത് പാടില്ല. ഈ നശിച്ച നിയമത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ ഇതിലും ഭയാനകമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ഓരോ കുട്ടികളുടെ മുഖവും ഇതുപോലെ ഓരോ വാർത്താ മാധ്യമങ്ങളിലും കാണേണ്ടി വരും. ഷഹബാസ് എന്ന കുഞ്ഞിനെ തച്ചു കൊന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗുണ്ടകളാണ്. മിഹിർ എന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയതും സ്കൂളിൽ പഠിക്കുന്ന ഗുണ്ടകളാണ്. കുട്ടികളെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ ഇവരെയൊന്നും. അതുകൊണ്ടാണ് ഗുണ്ടകളെന്ന് പറയുന്നത്. ഞാൻ മുന്നേ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും കുട്ടികൾ ചെയ്ത കൊലപാതകങ്ങളും പീഡനങ്ങളുമാണ്. സ്വന്തം അനുജനടക്കം 5 പേരെ കൊലപ്പെടുത്തി 23 വയസ്സുകാരൻ അഫ്ഫാൻ. നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയെയാണ് നീ ചോരയിൽ കുളിപ്പിച്ച് കിടത്തിയത്. നിന്നെ സ്നേഹിച്ചവരെയാണ് നീ ക്രൂരമായി കൊന്നുകളഞ്ഞത്. ഈ ഒരു ചെറുപ്രായത്തിലും നീ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്നിലെ ലഹരി വിടുമ്പോൾ നീ അറിയും. കൂടെ ആരുമില്ലാത്ത അവസ്ഥ ഭയാനകമാണെന്നുള്ള കാര്യം അഫ്ഫാനെ നീ മനസ്സിലാക്കും. നിന്റെ അനിയൻ, ആ കുഞ്ഞിനെയെങ്കിലും നിനക്ക് വെറുതെ വിട്ടുകൂടായിരുന്നോടാ. കൂടെ ആരുമില്ലാതെ ചെയ്ത തെറ്റുകൾ ഓർത്ത് നീ സ്വയം നശിക്കുന്ന ഒരു കാലമുണ്ടാകും. അതാകും ദൈവം നിനക്ക് തരുന്ന ഏറ്റവും ചെറിയ ശിക്ഷ. ചേർത്ത് പിടിക്കാൻ ഒരു കൈ ഇല്ലാതെ ആകുമ്പോൾ മനസ്സിലാകും നിനക്ക്. 2025 തുടക്കം മുതൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ എടുത്താൽ എല്ലാം 23 വയസ്സിന് താഴെയാണ്. സ്വന്തം വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ ഭയക്കുന്ന മാതാപിതാക്കൾ. ശരിക്കും സൗദിയിലെ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. സൗദി പോലുള്ള രാജ്യങ്ങളിൽ കുറ്റം ചെയ്യാൻ ആളുകൾ ഒന്ന് വിയർക്കും. കാരണം അവിടുത്തെ ജയിലുകളിൽ ചിക്കൻ ബിരിയാണിയോ VIP റൂമുകളോ, കുറ്റവാളികൾക്ക് അടിമയായി പോലീസോ, കുറ്റവാളികൾക്ക് ടൂറിസം ആലോചിക്കുന്ന മുഖ്യനോ ഇല്ല. കൊല ചെയ്തവനാണോ, പീഡിപ്പിച്ചവനാണോ, വധശിക്ഷയെ കുറഞ്ഞ മറ്റൊരു ശിക്ഷയുമില്ല. അത് പിടിപാടുള്ളവന്റെ മകനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും. അതാണ് നിയമം. അതാവണം നിയമം. തെറ്റാണെന്ന് കേട്ടാൽ ഭയക്കുന്ന നിയമം. അതിന് ഉറപ്പുള്ള സർക്കാർ വരണം. അത് ഇടതായാലും വലതായാലും ആരായാലും. ഇത്തരം കുറ്റകൃത്യം ചെയ്ത ഒരു കുറ്റവാളിയെ ജനങ്ങളെ സാക്ഷ്യം നിർത്തി വധശിക്ഷ വിധിക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ വരണം. നിയമങ്ങൾ വായാലെ പറയൽ മാത്രം പോരാ, പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യണം. നടപ്പാക്കുന്ന നിയമങ്ങൾ കണ്ട് തെറ്റ് ചെയ്യാൻ പോകുന്നവൻ വിറയ്ക്കുന്ന നിയമം, തെറ്റ് ചെയ്യാൻ പേടിക്കുന്ന നിയമം. ആസ് എ ഇന്ത്യൻ പൗരൻ, ആസ് എ കേരളീയൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ്സിലൂടെ നിങ്ങൾക്ക് പറയാം. ഷഹബാനെ മോനെ, നിനക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ.